Hi, hello, welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു അടിപൊളി അഡാറായിട്ട് ആണ്. ഇത് നമ്മുടെ സ്വന്തം കൂർക്ക ബോട്ടി മിക്സ് ചെയ്തൊരു അടിപൊളി സാധനമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അല്ലേ. അതിനായിട്ട് ബോട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിലിട്ടിട്ട് അങ്ങ് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. നമ്മുടെ ബോട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് നന്നായിട്ടൊന്ന് പിടിക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി സാധനമാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിതൊരു വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേ കുക്കർ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 വിസിലോളം എന്തായാലും വേണ്ടി വരും, എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പാത്രത്തിൽ നമ്മുടെ കൂർക്ക വേവിക്കാനായിട്ട് വെക്കുക. കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ കൂർക്ക ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂർക്കയും അതുപോലെ ബോട്ടിയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് വേവാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേണം. ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിന്ന് വെള്ളം നന്നായിട്ട് വരും, അതുകൊണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർത്തിട്ടില്ല. കണ്ടോ, ഇത്രത്തോളം വെള്ളം അതിന്ന് തന്നെ വരും. ഓക്കെ, നമ്മുടെ കൂർക്കയും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മസാലകൾ, ഗരം മസാലകൾ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് ഇഞ്ചിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിനുശേഷം ഒരു കുഞ്ഞു തക്കാളി ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, പേരിനൊരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബോട്ടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ആ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ സെയിം കുക്കറിലേക്ക് തന്നെ ഇത് വീണ്ടും തിരിച്ചൊഴിക്കുകയാണ്. ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടി നമ്മുടെ അടുപ്പിൽ വെക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് സെറ്റായി വരും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മുടെ കൂർക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അടിപൊളി അഡാറ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും, അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്കിത് ചോറിൻ്റെ ഒപ്പം വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് സാധനത്തിൻ്റെ കൂടെ ആണെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണിത്. ഇത് ഇരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ എനിക്ക് കൊതിയായിട്ട് പോയാൽ ഞാനിത് 1 ടീസ്പൂൺ എടുത്ത് കഴിക്കുകയാണ്. അടിപൊളിയായിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ അടിപൊളിയായിട്ടൊന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കമൻ്റൊക്കെ ആയിട്ട് വന്ന് അറിയിക്കണം ഇതെങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. സംഭവം വേറെ ലെവൽ അടിപൊളി സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. എന്നിട്ട് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുക.